ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ ലീഗ് കേരള ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 6 റൗണ്ട് പോരാട്ടങ്ങളാണ് അവസാനിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് FC ആണ്, 11 പോയിന്റ് അവർക്കുണ്ട്. പിന്നീട് 10 പോയിന്റുള്ള തൃശ്ശൂർ രണ്ടാം സ്ഥാനത്തും 9 പോയിന്റുള്ള മലപ്പുറം മൂന്നാം സ്ഥാനത്തുമാണ് വരുന്നത്. കണ്ണൂർ വാരിയേഴ്സിനും 9 പോയിന്റുകളാണ് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ആവറേജ് അറ്റൻഡൻസിന്റെ കാര്യത്തിൽ അഥവാ കാണികളുടെ കാര്യത്തിൽ സാക്ഷാൽ ISLനെ മറികടക്കാൻ സൂപ്പർ ലീഗ് കേരളക്ക് കഴിഞ്ഞു എന്ന ഒരു കണക്കാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 17 മത്സരങ്ങളാണ് SLKയിൽ ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. അതിൽ ടോട്ടൽ അറ്റൻഡൻസ് ആയിക്കൊണ്ട് വരുന്നത് 2,20,500 ആണ്. അതായത് ശരാശരി ഓരോ മത്സരത്തിലും 12,944 കാണികളാണ് എത്തുന്നത്, അല്ലെങ്കിൽ വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത്. അതായത് ISLന്റെ ഒരു ആവറേജ് അറ്റൻഡൻസ് വരുന്നത് 11,870 ആണ്. അതിനെ മറികടക്കാൻ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 12,944 ആണ് ആവറേജ് അറ്റൻഡൻസ് വരുന്നത്. ആരാധകരുടെ കാര്യത്തിൽ ISLന്റെ ആ ഒരു ശരാശരി എണ്ണത്തെ മറികടക്കാൻ സൂപ്പർ ലീഗ് കേരളക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ടോപ്പ് അറ്റൻഡൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. മലപ്പുറത്ത് അഥവാ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ ആകെ 76,045 ആരാധകരാണ് എത്തിയിട്ടുള്ളത്. ഇനി കാലിക്കറ്റ് FCയുടെ സ്റ്റേഡിയത്തിൽ 71,404 ആരാധകർ എത്തിയിട്ടുണ്ട്. കണ്ണൂർ വാരിയേഴ്സിന്റെ സ്റ്റേഡിയത്തിൽ 36,541 ആരാധകർ എത്തി. ട്രിവാൻഡ്രത്ത് ആകെ 21,748 ആരാധകരാണ്. കൊച്ചിയിൽ ആകെ 14,320 ആരാധകരാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് അറ്റൻഡൻസിന്റെ കണക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്ന മത്സരം അത് മലപ്പുറവും കാലിക്കറ്റും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരമാണ്. മഞ്ചേരിയിലെ ആ മത്സരത്തിൽ 22,956 ആരാധകരായിരുന്നു എത്തിയിരുന്നത്. ഏതായാലും സൂപ്പർ ലീഗ് കേരള ഇപ്പോൾ വളരെയധികം ജനപ്രീതി ആർജിച്ചു വരികയാണ്. പല ISL ക്ലബ്ബുകളും തങ്ങളുടെ സ്കൗട്ടുകളെ ഇപ്പോൾ SLKയിലേക്ക് അയക്കുന്നുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ബംഗളൂരു FC, ചെന്നൈയിൻ FC, പഞ്ചാബ് FC തുടങ്ങിയ പല ക്ലബ്ബുകളും തങ്ങളുടെ സ്കൗട്ടുകളെ ഇപ്പോൾ SLKയിലേക്ക് അയക്കുന്നുണ്ട്. ടാലന്റുകളെ കണ്ടെത്താൻ വേണ്ടി അവർ SLKയിലെ മത്സരങ്ങൾ വീക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. ഏകദേശം 23ഓളം താരങ്ങൾ ഇപ്പോൾ തന്നെ ഈ ക്ലബ്ബുകളുടെ റഡാറിലുണ്ട്. മലയാളി താരങ്ങൾ ഈ ക്ലബ്ബുകളുടെ റഡാറിലുണ്ട് എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും സൂപ്പർ ലീഗ് കേരള വലിയ രൂപത്തിലുള്ള വളർച്ചയാണ് ഇപ്പോൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.